ഇപ്പോഴെങ്കിലും നിനക്കെന്നെ വിശ്വാസമായോ? ഞാൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് എന്നെ എൻകൗണ്ടർ ചെയ്യാനാണോ സാറിന്റെ ഉദ്ദേശം? നിനക്ക് അരവിന്ദനെ പോലും വിശ്വാസമില്ലേ? അവനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇതിനിടയിൽ സാറടക്കം പലരും പല കളികളും കളിക്കുന്നുണ്ടല്ലോ. ഞാൻ കോടികളുടെ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്ന ആളാ സാറേ. എനിക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട്. അതിലാരെങ്കിലും കുറച്ച് കൂടുതൽ കാശിരെന്ന് പറഞ്ഞാൽ സാറ് മറുകണ്ഠം ചാടില്ലേ? ആ, അത് ശരിയാ. പക്ഷെ ഇതുവരെ അരവിന്ദ് തരുന്നതിനേക്കാൾ കൂടുതൽ കാശ് ആരും തരുന്നില്ല. അതുകൊണ്ട് നീ സേഫാ. പോട്ടെ. പടോ പോവാ. എല്ലാ ദിവസവും ഇത് നിന്നെ കൊണ്ട് കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൈലാഷ് സാറ് എനിക്കാ തന്നിരിക്കുന്നത്. പക്ഷേ എനിക്കതിന് കഴിയില്ല. കാരണം നീ അതിനുള്ള അവസരം എനിക്ക് തരില്ല എന്നുള്ള വാശിയില്ല. പക്ഷേ നിന്റെ മനസ്സിൽ നിന്ന് എന്നെ മായ്ച്ചു കളയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പഴയ പാറുവിൻ്റെയും ഗന്ധർവൻ്റെയും കഥകളെല്ലാം നിന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാ ദൈവം നമ്മളെ ഒരുമിപ്പിച്ചത്. നീ എന്തിനാ ഓരോ കാരണങ്ങളുണ്ടാക്കി എന്നിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നത്? നീ എത്ര ശ്രമിച്ചാലും എന്നെ വിട്ടു പോകാൻ നിനക്ക് കഴിയില്ല. നിനക്ക് നിന്റെ നിഴലിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റാത്തതുപോലെ ഈ ഗന്ധർവന്റെ സ്നേഹം നിനക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കൈലാഷ് സാർ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എനിക്ക് ചെയ്തല്ലേ പറ്റൂ. എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രിയൻ ചേട്ടനോട് തുറന്നു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയണമെന്നുണ്ട് എനിക്ക്. പക്ഷെ അത് താങ്ങാൻ പ്രിയൻ ചേട്ടന് കഴിയില്ല. ഞാൻ പ്രിയൻ ചേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്നോട് ക്ഷമിക്കും പ്രിയൻ ചേട്ടൻ. അതൊന്നും സാരമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കും പാറു. നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിന്നെ കാണാൻ കൈലാഷ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഈ സമയത്ത് വന്നത്? അറിയില്ല, നീ തന്നെ ചോദിക്ക്. കൈലാഷ് സാർ എന്തിനായിരിക്കും ഈ സമയത്ത് ഇവിടെ വന്നത്?
എന്താ സർ ഈ സമയത്ത് വന്നത്? പാർവതി എന്താ ഇന്ന് കമ്പനിയിലേക്ക് വരാത്തത്? കല്യാണത്തിന്റെ കുറച്ച് ജോലികളുണ്ട്, അതാ വരാൻ പറ്റാത്തത്. ശരിക്കും കല്യാണത്തിന്റെ കാര്യങ്ങൾക്കാണോ പാർവതി ലീവ് എടുത്തത്? അതോ പാർവതിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്നോടോ പ്രിയനോടോ പറഞ്ഞ ഞങ്ങൾ ടെൻഷനാവുമെന്ന് കരുതി പാർവതി എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല സർ. ചേട്ടൻ പണയം വെച്ച ആഭരണങ്ങള് ഞങ്ങളിന്ന് ബാങ്കിൽ പോയി തിരിച്ചെടുത്തു. ഓ, ഇനി മുതൽ ലീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ സാറിനോട് നേരത്തെ പറയാം. സാറ് കഷ്ടപ്പെട്ട് ഇങ്ങനെ നേരിട്ട് വരേണ്ട കാര്യമില്ല. പാർവതി ലീവ് എടുത്തതിന് വഴക്ക് പറയാനല്ല ഞാൻ വന്നത്. ആ, പാർവതി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് കിടക്കാണോന്ന ഒരു ടെൻഷനിലാണ് ഞാൻ വന്നത്. പാർവതി എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് പാർവതിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പ്രിയനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു. പ്രിയന് പാർവതി എങ്ങോട്ടാണ് പോയെന്ന് പോലും അറിയില്ല. ചേച്ചിയുടെ ആഭരണങ്ങൾ തിരിച്ചെടുക്കാനാണ് പോയതെന്ന് പ്രിയനോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം?